ഒത്തിരി സങ്കടം പറഞ്ഞ് ഉമാ തോമസ് പേടിച്ചിരിക്കുകയാണ്, ഇപ്പം മിണ്ടുന്നില്ല. കാര്യം എന്താണെന്നറിയോ? ഉമാ തോമസിന് അടുത്തവണ അവിടെ മത്സരിക്കാനുള്ളതാണ്, തോപ്പിച്ചു കൊടുക്കും. അപ്പം അതുകൊണ്ട് നിശബ്ദയാക്കുവാണ് എല്ലാവരെയും. അവർക്ക് വലിയ സങ്കടമുണ്ട് അതിൽ. അതായത് മിണ്ടാതിരുന്നാൽ മാത്രമേ ഇനി കോൺഗ്രസിൽ രക്ഷയുള്ളൂ എന്നാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഇത്രയും വലിയ അനീതിയൊക്കെ നടന്നിട്ടേ MLA-മാരായ വനിതകൾ, കെ രമ്മ ഒരക്ഷരം മിണ്ടുന്നില്ല, എല്ലാത്തിനും പറയുന്നതാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. ഞാൻ എന്ത് അനീതിയാണ് ചെയ്തത്? അനീതിയാണ് ചെയ്തത്? ഈ ഒരാളൊരു തെറ്റ് ചെയ്താലാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഞാൻ എന്ത് അനീതിയാണ് ചെയ്തത്? നിങ്ങളിവിടെ കണ്ടില്ലേ, ഓരോ ആൾക്കാർക്ക് പിന്നീട് മത്സരിക്കാനുള്ള, കൗൺസിലറായിട്ട് മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ്. ചൂഷണത്തിന് വിധേയായില്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. ഒരുപാട് നല്ല വനിതകളുണ്ട്, ഒരുപാട്. അവർക്ക് നിലപാടുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത തവണ വേണ്ട, സീറ്റ് വേണ്ട. അവർക്ക് അവരുടെ സ്വഭാവശുദ്ധിയാണ് ഒരു വലിയ പോസ്റ്റിനേക്കാൾ വലുത്. ഒരു കൗൺസിലറായില്ല, അല്ലെങ്കിൽ ഒരു മെമ്പറായില്ല, അല്ലെങ്കിൽ ഒരു KPCC ഭാരവാഹിയായില്ല, ഒരു ജില്ലാ ഭാരവാഹിയായില്ല. അതിനൊക്കെ അപ്പുറത്തെ മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒട്ടനവധി വനിതകൾ ഈ പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരൊക്കെ ഈ സിമി റോസ് ബെൽറോണിന്റെ ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ അവര് രംഗത്ത് വരുമെന്ന് കരുതുന്നുണ്ടോ? കുറെ എന്നോട് പറഞ്ഞവരൊക്കെ എന്നോട് പറയുന്നത് എന്താ അറിയോ, നമ്മളൊക്കെ ജനപ്രതിനിധികളായിരുന്നവരൊക്കെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ വീട്ടുകാർക്ക് തന്നെയല്ലേ നാണക്കേട്, എൻ്റെ ഭർത്താവിന് നാണക്കേട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നാണക്കേട്, അങ്ങനെ പറയുകയാണ്. അവരുടെ നിസ്സഹാവസ്ഥ കൊണ്ടാണ് അവർ വരാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ അവർ നേതൃത്വത്തിൽ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? നേതൃത്വത്തെ ഇനി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭയക്കുന്നുണ്ട്. അതാരായിരിക്കും? കാരണം ഓരോ ഇപ്പം ഈ എറണാകുളത്തെ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞല്ലോ. എറണാകുളത്തെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയാമല്ലോ. കാരണം വലിയ ശക്തരായ പുരുഷന്മാർ പേടിക്കുന്നതാണ് അവരെയൊക്കെ. മനസ്സിലായി? ഇപ്പം VJ പൗലോസ് KPCC വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം എത്രമാത്രം പരാതിയാണ് അദ്ദേഹം KPCC പ്രസിഡന്റിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ VD സതീശനെ പറ്റി എന്തുമാത്രം പരാതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ രസം, ഞാൻ പരാതി ഇപ്പം ഈ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് 3 വർഷമാവുന്നു. ഞാൻ എത്രമാത്രം പരാതി കൊടുത്തു, എന്നോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇപ്പം ഞാൻ ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്ന് ഷെമാ മുഹമ്മദ് പറയുന്നു അതിൽ. അപ്പോൾ നമ്മുടെ പരാതികൾ പോലും അപ്രതീക്ഷിതമാവുകയാണ്. നമ്മുടെ പരാതികൾ പോലും അവിടെ നിന്ന് പറന്നു പോവുകയാണ്. താങ്കൾക്കറിയാമല്ലോ, ഞാൻ ഇവിടെ വന്ന എല്ലാ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്. എല്ലാവരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ജബീം എത്ര വർഷമായിട്ട് അറിയാം? അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നൊരു പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവർ അവിടുത്തെ ഈ യൂത്ത് കോൺഗ്രസ്സിൽ ഒരു വോട്ടും കിട്ടി, ഇവരവിടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയപ്പോൾ പോലും എനിക്ക് അറിയില്ലായിരുന്നു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോഴാണ് ഇവർ ഇത്രയും വലിയ നേതാവാണെന്ന് ഞാൻ അറിഞ്ഞത്.